നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ വീഗാർഡ് ഗീജർ വാട്ടർ ഗീജർ ഇത് 15 ലിറ്ററിൻ്റെ ഒരു പുതിയ വാട്ടർ ഗീജറാണ്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷനാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ താഴെ 2 ഇൻലെറ്റ് പൈപ്പ്, ഇത് ഈ ഒരു നീല കളറിൽ കാണുന്നത് ഈ ഒരു വാട്ടർ ഗീജറിൻ്റെ ഇൻലെറ്റ് പൈപ്പാണ്. ഈ റൈറ്റ് സൈഡ് ഈ ഒരു ചുമല വാഷറോട് കൂടി കാണുന്നതാണ് ഇതിൻ്റെ വാട്ടർ ഗീജറിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പ്. ഇതിൻ്റെ അകത്തോടെ തണുത്ത വെള്ളം ഇന്നായിട്ട് ഇതിൽ കൂടെയാണ് ചൂടുവെള്ളം ഔട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ പ്ലംബിങ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിങ്ങനെ 2 പോയിന്റ്സ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന് ഇൻലെറ്റും ഒന്ന് ഔട്ട്ലെറ്റുമാണ്. അപ്പം ഇൻലെറ്റ് ഏതാണെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി ഇത് നമുക്ക് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വരുന്നത് അതാണ് ഇൻലെറ്റ്. ഇപ്പോൾ ഞാനിത് ഓപ്പൺ ആക്കി, അപ്പോൾ ഇതിൻ്റെ അകത്തോടെ വെള്ളം വരുന്നില്ല നോർമൽ കണ്ടീഷനിൽ, അതായത് ഇത് ഔട്ട്ലെറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചൂടുവെള്ളം ഇതിൻ്റെ അകത്തോടെയാണ് നമുക്ക് ചൂടുവെള്ളം, അതായത് നമ്മുടെ ഈ റെഡ് ഈ ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് ഇതുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് ഓപ്പൺ ആക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മേളിൽ നിന്ന് ഉള്ള മെയിൻ സപ്ലൈ കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഊരി നോക്കാം. നമ്മൾ പതുക്കെ ഇത് ലൂസ് ആയി കഴിയുമ്പോഴത്തേന് ഇത് കണ്ടോ വെള്ളം വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ആദ്യം തന്നെ മെയിൻ ആയിട്ടുള്ള സപ്ലൈ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ കൂടെ വെള്ളം ലീക്ക് ആകുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഇൻലെറ്റിലേക്ക്, നമ്മുടെ ഇൻലെറ്റ് വാൽവിലേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഫിറ്റിംഗ്സ് കിട്ടും നമുക്ക്. അപ്പം ഒന്നുകിൽ നമ്മൾ വാട്ടർ ഗീജറൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ കിട്ടും, അല്ലെങ്കിൽ പ്ലംബിംഗ് കടയിൽ പോയി കഴിഞ്ഞാൽ, നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒരു വാൽവ്, ഒരു കൺട്രോളർ കിട്ടും. അപ്പൊ ആ ഒരു കൺട്രോളറാണ് നമുക്ക് ഈ ഒരു 2 സൈഡിലേക്കും 2 ഇടത്തായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് ഇങ്ങനെ കറക്കി കയറ്റാം. അപ്പൊ നമുക്കൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പൊ നമ്മളത് പിടിപ്പിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വെള്ളം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ മെയിൻ ടാങ്കിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടോ, വെള്ളം ഇതിൽ കൂടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഇത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം. നമ്മൾ ഇത് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും ചെയ്തിട്ട് ഇതിന്റെ താഴെ കൂടെ വല്ല വാട്ടർ ലീക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമുക്ക് ഇങ്ങനൊരു പൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഇൻലെറ്റിനും ഔട്ട്ലെറ്റിനും വേണ്ടി ഒന്നുകിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു അലുമിനിയം കോട്ടിങ്ങോട് കൂടിയുള്ള ഇത് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള പൈപ്പ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് റെസിസ്റ്റന്റ്. അപ്പോൾ ഇത് നല്ല പ്രൊട്ടക്ഷൻ തരും. അപ്പം നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം എല്ലായിടത്തും നമ്മുടെ ത്രെഡ് ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് വെള്ളം ഒന്ന് ലീക്ക് ആകാതെ നമ്മൾ ഇൻലെറ്റ് പൈപ്പിന്റെ കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇൻലെറ്റ് പൈപ്പ് ഇനി നമ്മൾ ഇതുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വാട്ടർ ഗീജറിന്റെ ഇൻലെറ്റുമായിട്ട് ആ പൈപ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ നിലവിൽ ആ ഇൻലെറ്റ് പൈപ്പ് കണക്ട് ചെയ്തു. അതുമായിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ ഓണാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സൗണ്ട് കേൾക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടുത്തെ ഈ വാൽവൊക്കെ ഓപ്പൺ ആയിട്ട് മുകളിലേക്ക് വെള്ളം പോകുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് കണ്ടോ, ഈ ഔട്ട്ലെറ്റ് പൈപ്പിൽ കൂടെ വെള്ളം പുറത്തേട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ആദ്യമേ ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് നേരം ഇതൊന്ന് ഓപ്പൺ ആക്കി വിടാം. അതിനുശേഷം നമുക്ക് ഔട്ട്ലെറ്റ് പൈപ്പ് ജോയിൻ ചെയ്യാം. ഇനി നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് നമുക്ക് നമ്മുടെ വാൽവ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. കറക്കി കയറ്റാം. പിരിവെട്ടാതെ തന്നെ കയറ്റാൻ നോക്കുക മാക്സിമം. പിന്നെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പൈപ്പ്, സെയിം പൈപ്പാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. 2 നല്ല ടെമ്പറേച്ചർ താങ്ങാൻ കഴിവുള്ള 2 പൈപ്പ്സാണ് ഇൻലെറ്റിനും ഔട്ട്ലെറ്റിനും യൂസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവിടെ ഞാൻ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മറ്റേ എൻഡ് ഈ ഒരു ഔട്ട്ലെറ്റ് പൈപ്പിൻ്റെ താഴോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഫിറ്റിങ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടയിൽ പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഫിറ്റിങ്സ് നമുക്ക് 2 വാൽവും ഒപ്പം 2 പൈപ്പ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സാധനം മേടിച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഇൻലെറ്റ് പൈപ്പ് ഓണാക്കി നോക്കാം. ജംഗ്ഷൻസ് എല്ലാം നന്നായിട്ടൊന്ന് ജോയിൻ ചെയ്യുക.
ഇനി നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. 2 വാൽവ് ഓപ്പൺ ആക്കി വെച്ചേക്കുകയാണ്. അപ്പം ഇതിൽ കൂടെ വെള്ളം ഇൻലെറ്റിലൂടെ അകത്ത് പോയിട്ട് പുറത്തോടെ ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ടാപ്പിൽ ഉണ്ടോ സക്സസ്ഫുൾ ആയിട്ട് നല്ല പ്രഷറോട് കൂടി തന്നെ വെള്ളം വരുന്നുണ്ട്. ഇത് നമ്മുടെ ഹോട്ട് വാട്ടർ വരാനുള്ള ടാപ്പാണ്. അപ്പോൾ ഇതിൽ കൂടെയാണ് നമ്മൾ ഗീജർ ഓൺ ആയി കഴിയുമ്പോഴത്തേന് ചൂടുവെള്ളം വരേണ്ടത്. അപ്പം നമ്മുടെ പൈപ്പ് ലൈന് ഒരു പ്രോബ്ലവും ഇല്ല, കൃത്യമായിട്ട് നല്ല ഫോഴ്സിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. വാട്ടർ ഗീജറിൻ്റെ നമുക്ക് ഇനി സ്വിച്ച് ഓൺ ആക്കാം. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് വന്നു നോക്കാം വാട്ടർ ഗീജറിൽ. അപ്പോൾ ഇപ്പം ഇവിടെ പവർ എന്നുള്ളിടത്ത് ഇതുണ്ടോ റെഡ് ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ പവർ വന്നിട്ടുണ്ട് വാട്ടർ ഗീജറിൽ. ഇനി നമുക്ക് ചൂട് ആക്കാൻ വേണ്ടി നമുക്കിതൊന്ന് കറക്കാം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് കുറച്ച് കറക്കി വെക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഹീറ്റിംഗ് എന്ന് എഴുതിയിട്ട് അവിടെ ഒരു പച്ച ലൈറ്റ് കത്തുന്നതായിട്ട്. ഇത് ബ്ലിങ്ക് ചെയ്യുന്നില്ല, ആക്ച്വലി മൊബൈലിൽ ക്യാമറയ്ക്ക് അത് കാണിക്കുന്നതുകൊണ്ടാണ് ബ്ലിങ്ക് ആയിട്ട് തോന്നുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് കൂട്ടി വെക്കുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ടെമ്പറേച്ചർ കംപ്ലീറ്റ് മാക്സിലേക്ക് വരണമെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കറക്കി വെക്കുക. അതല്ല നമ്മൾ മീഡിയം റേഞ്ചിലേക്കൊക്കെയാണ് വരണമെങ്കിൽ മീഡിയം റേഞ്ചിൽ വെക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ചൂടുവെള്ളം വരുന്നുണ്ടോ, ഗീജർ കംപ്ലീറ്റ് ആയിട്ട് പുതിയ വാട്ടർ ഗീജർ സക്സസ്ഫുൾ ആണോ ഇൻസ്റ്റാളേഷൻ എന്ന് നോക്കാം. തീർച്ചയായിട്ടും വിഗാർഡ് എന്ന് പറഞ്ഞ നല്ല കമ്പനിയുടെയാണ്. അപ്പം ഒരിക്കലും ഇത് കംപ്ലയിൻസ് വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പവർ ഓൺ ആക്കിയിട്ട് ഏകദേശം ഒരു 5 തൊട്ട് 10 മിനിറ്റിനുള്ളിലാണ് ഏകദേശം നല്ലൊരു ടെമ്പറേച്ചറിലേക്ക് വെള്ളം വരുന്നുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് അപ്പം നമ്മുടെ വാട്ടർ ഗീജർ സക്സസ്ഫുൾ ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്കും വാട്ടർ ഗീജർ സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ അത് ചെറിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ വീട്ടിലുള്ള വാട്ടർ ഗീജറിൽ റിപ്പയർ ചെയ്യണമെങ്കിലും ഇങ്ങനെയുള്ള പൈപ്പിൻ്റെ പോർഷൻസൊക്കെ ലീക്ക് ആവുന്ന സിറ്റുവേഷൻസിലും ഇവിടെയുള്ള സീൽസൊക്കെ സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്തിടാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഇതെല്ലാം നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിൽ ഇങ്ങനെയുള്ള പൈപ്സും ഫിറ്റിങ്സും എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.